ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. വിളയൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന തുടിക്കല്ല് പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു. വിളയൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന തുടിക്കല്ല് പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളം വിതരണം ചെയ്തത്. ദിവസങ്ങളായി കുടിവെള്ളം എത്താതിരുന്ന തുടിക്കൽ പ്രദേശത്ത് 2-ാം ദിവസമാണ് കോൺഗ്രസ് പ്രവർത്തകർ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ തുടിക്കൽ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിലേക്ക് ലോങ് മാർച്ച്, പഞ്ചായത്ത് ഉപരോധം തുടങ്ങിയ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. പഞ്ചായത്ത് മെമ്പർ നീലടി സുധാകരൻ, VM മുസ്തഫ, MC മജീദ്, UP സാദിഖ്, MC മുഹസിൻ, അനീസ്, മുഹമ്മദ് യാസിൻ, തൗഫീഖ്, വീനു, ഷാഹിദ് KP, റഫീഖ് എന്നിവർ കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകി. ഈ പ്രദേശത്ത് തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞൊരു ചെറുകിട ജലസേചന പദ്ധതിയുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകള് കൃഷിയിടങ്ങളും നനക്കാനും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നാമാവശേഷമായി അതിനെ പ്രവർത്തനരഹിതമായിട്ട് 6 മാസത്തിലധികമായി. ഇതുവരെ ആയിട്ട് അത് നേരെയാക്കാനോ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാനോ പഞ്ചായത്തോ അധികൃതരോ തയ്യാറായിട്ടില്ല. ഇപ്പോ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് 2 ദിവസം മുമ്പ് ടാങ്കറിൽ ഈ പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്തിരുന്നു. അതുകൊണ്ടും തീരാതെ ഇന്നും അതുപോലെ യൂത്ത് കോൺഗ്രസ് അതുമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം 1 ലോഡ് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾ അതുമായി മുന്നോട്ട് പോകും. പക്ഷെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തോ അധികൃതരോ ഈ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർണ്ണമായും സജ്ജമാക്കുകയോ, നമ്മളെ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഈ എല്ലാ പ്രദേശത്തും കൊപ്പം വിളയൂർ പഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, അത് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക ചെയ്യണം എന്നാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇവിടെ പറയാനുള്ളത്. അതിന്റെ ഭാഗമായി